കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു രോഗം വചനം കേട്ടപ്പോൾ സുഖപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇംഗ്ലീഷ് ധ്യാന വിഭാഗത്തില് ഇംഗ്ലീഷ് സെക്ഷനിൽ ധ്യാനിപ്പിക്കാൻ നിന്നപ്പോ ഫിലിപ്പൈൻസിൽ പഠിക്കുന്ന ഒരു ചമ്മാച്ചൻ, സെമിനാരിക്കാരൻ, അദ്ദേഹം ആന്ധ്രാക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, 20 കൊല്ലമായിട്ട് എൻ്റെ കാലില് ഒരു വലിയ വ്രണമുണ്ടായിരുന്നു, ഉണങ്ങുന്നില്ലായിരുന്നു. ഈ ധ്യാന മന്ദിരത്തിൽ വന്നപ്പോ തൊട്ട് ഉണങ്ങാൻ തുടങ്ങി. എന്നിട്ടോ ഞാൻ വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ കാൽ എന്നെ കാണിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിനു മുമ്പ് ഉള്ള ധ്യാനത്തിൽ സംബന്ധിച്ചു. ക്യാൻസർ സുഖപ്പെട്ടവരുണ്ടോ ഇവിടെ? കൈപൊക്കിക്കേ. ഉണ്ടെങ്കിൽ കൈപൊക്ക്. ഒന്ന് എഴുന്നേറ്റ് വന്നേ. 2 കൈ ഉയർത്തി ഒന്ന് കൈവീശി കാണിച്ചേ. ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ ക്യാൻസർ സുഖപ്പെട്ട 2 സ്ത്രീകള് എഴുന്നേറ്റ് നിന്ന് കൈപൊക്കുന്നു. അവര് മുൻവശത്തേക്ക് തോന്നി. എൻ്റെ പേര് മേരി. എൻ്റെ വീട് പാണുകുഴി പുതുമന. എനിക്ക് 97 എനിക്ക് ഗർഭാത്രത്തിൽ ക്യാൻസറാന്ന് പറഞ്ഞ് എറണാകുളം ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പോയി. 97 ഇവിടെ ധ്യാനം കൂടി. ഇപ്പൊ ഇതുവരെ എനിക്ക് ആശുപത്രി വേണ്ടി മരുന്ന് കഴിക്കേണ്ടി വന്നു. 97 ക്യാൻസർ ബാധിതയായി ചികിത്സയ്ക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടി. അതിനുശേഷം ക്യാൻസർ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പോക്കുപാറയാണ് എൻ്റെ വീട്. എൻ്റെ പേര് അന്നക്കുട്ടി എന്നാണ്. അവിടെ അടിമാലി കൺവെൻഷന് ഇവിടെ നിന്ന് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ അസുഖം മാറി. വായില്ല നീരും തലയിൽ നീരും ക്യാൻസറാണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് ഭേദമായി. 70 ആൾക്ക് ക്യാൻസർ രോഗം മാറി. അതിലൊരാൾ ഞാനാ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്യാൻസറിനേക്കാൾ വലിയൊരു ക്യാൻസറാണ് മദ്യപാനം, പുകവലിയൊക്കെ. അത് ക്രമേണ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകയും മാത്രമല്ല അതൊരു പാപമാകിയാൽ പാപത്തിലൂടെ പിശാച് കടന്നു വന്ന് നമ്മളിൽ ആവസിച്ചിട്ട് വീണ്ടും 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 മദ്യപിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സാമ്പത്തികം തകരും, കുടുംബ ബന്ധങ്ങൾ തകരും, സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് തകർച്ച മദ്യപാനം മൂലം വന്ന് പലരും ഇവിടെ ഇരിപ്പുണ്ടാവും. ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ വെച്ചിട്ട് മദ്യപാനവും പുകവലിയും അതുപോലുള്ള ദുശ്ശീലങ്ങളും നിർത്താൻ ദൈവം കൃപ തന്നു. അങ്ങനെയുള്ളവരുന്ന് കൈപൊക്കിയേ. ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ വെച്ച് ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനം പുകവലിയൊക്കെ മാറിക്കിട്ടി. അവരൊന്ന് എഴുന്നേറ്റ് വന്നേ. ഒരു വളരെ വേഗം മുൻവശത്തേക്ക് വന്ന് ഇവിടെ നിൽക്കുക. 30 കൊല്ലത്തിൽ അധികം കുടിച്ചിട്ട് നിർത്തിയവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. 30, 20 20 കൊല്ലത്തിലധികം കുടിച്ചിട്ട് നിർത്തിയവരാണ്. 2, 4, 5. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവര് പിന്നെ കുടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയൊരു അത്ഭുതമാണ്. ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനം നിർത്താൻ തീരുമാനിച്ചവരൊന്ന് കൈപൊക്കിയേ. മദ്യപാനമോ പുകവലിയോ ഒക്കെ നിർത്താൻ തീരുമാനിച്ചവര് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ഇങ്ങനെ ഒരു ധ്യാനത്തിൽ വരിക, ഇതെല്ലാം ദൈവിക തെരഞ്ഞെടുപ്പാണ്. നിത്യജീവന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ പ്രാർത്ഥന വഴി 10,000 മദ്യപാനികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. മദ്യപാനത്തിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കും. ഇത് മദ്യപാനം നിർത്തുന്ന പരിപാടിയല്ല, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന പരിപാടിയാണ്. നമ്മള് മദ്യപാനികളെ കാണുമ്പോൾ വേദനിച്ചിട്ടുണ്ടാവും. അവർ നശിക്കുന്നില്ലോ എന്ന് ഓർത്ത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഫലിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ മദ്യപാനം നിൽക്കാനുള്ള പ്രാർത്ഥിക്കേണ്ടത്. മദ്യപാനം നിർത്താനല്ല, അവരുടെ മേൽ കരുണയായിരിക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവ മക്കളാക്കണേ, പ്രേക്ഷിതരാക്കണേ. എന്നിട്ട് യേശുവേ നന്ദി എന്ന് പറയണം. അവിടെ ഇരിക്കുന്നവരും എഴുന്നേറ്റ് നിൽക്കുന്നവരും ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒരു 10,000, 1000, 10,000, 20,000, 30,000, 40,000 ഒരു ലിസ്റ്റ് മനസ്സിൽ കാണുക. മദ്യപാനികള് എവിടെയെങ്കിലും ഉള്ളത് അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്നും പറഞ്ഞാല് യേശു അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച് പാപപരിഹാരം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് പിതാവേ അവരുടെ പാപം ക്ഷമിച്ച്
അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരെ അങ്ങയുടെ മക്കളും പ്രേക്ഷിതരുമാക്കണമേ. എന്നിട്ട് യേശുവേ സ്തോത്രം എന്ന് പറയുന്നു. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിന്റെ നാമത്തിന്റെ അനന്തമായ യോഗ്യതയില് പതിനായിരക്കണക്കിന് മദ്യപാനത്തിനും പുകവലിക്കും മുറുക്ക് മുതലായ ദുശീലങ്ങൾക്കും ചീട്ടുകളി കൂട്ടുകെട്ട് മറ്റു ദുശീലങ്ങള് ഇവയ്ക്ക് അടിമപ്പെട്ട പതിനായിരങ്ങള് ഇരുപതിനായിരങ്ങള് മുപ്പതിനായിരങ്ങള് ഇവിടെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമുള്ളവരോട് യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ. പിതാവേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. പാപം ക്ഷമിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അവരെ ദൈവ മക്കളാക്കി മാറ്റണമേ. യേശുക്രിസ്തുവിന്റെ സാക്ഷികളും ദൈവത്തിന്റെ പ്രേക്ഷിതരുമാക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്രകാരമുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കുമോ? ദൈവം സ്വീകരിക്കും. പക്ഷെ ഈ പ്രാർത്ഥന വീണ്ടും ആവർത്തിച്ചു പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു. സാത്താൻ 24 മണിക്കൂറും വീണ്ടും ദുശ്ചിന്തയും നിരാശയും കുത്തിവെച്ച് നിനക്ക് സമാധാനമില്ല, നിന്റെ ഭാര്യ എങ്ങനെയാണ്, നിന്റെ മക്കൾ എങ്ങനെയാണ്, നിന്റെ അയൽക്കാരെങ്ങനെയാണ്, അതിന്റെ പേരിൽ നീ കുറച്ച് കുടിക്കാൻ പറയും. അതായത് രാത്രി പകലില്ലാതെ ദുഷ്ചിന്ത കൊടുത്ത് സാത്താൻ നമ്മുടെ മനസ്സിനെ ദുർബലമാക്കിയിട്ട് പറയും, നിനക്കൊരു സമാധാനമില്ലാതെ വന്നതുകൊണ്ട് നീ ഒരല്പം മോന്തുക, അപ്പൊ സമാധാനം കിട്ടും. അതിലൂടെ പിശാച് അകത്ത് കയറും. അകത്ത് കയറിയാൽ പിന്നെ കുടിയിറക്കുന്നത് വലിയ പാടാ. അപ്പൊ വാസ്തവത്തില് ഇവിടെ ഒരു കുടിയിറക്കൽ പരിപാടി നടക്കുന്നുണ്ട്. ആദ്യത്തെ 1-2 ദിവസം വചനപ്രഘോഷണം വഴി പിശാചിനെ പുറത്തിറക്കുന്നുണ്ട്. ഇപ്പൊ വചനപ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മേൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ചുള്ള വചനപ്രഘോഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത് കൊണ്ട് അശുദ്ധാത്മാവ് വിട്ടുപോകും. നിരാശയുടെ ആത്മാവ്, ദുരാത്മാവ്, ദുഃഖത്തിന്റെ, വെറുപ്പിന്റെ, വാശിയുടെ, അഹങ്കാരത്തിന്റെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല, ഞാൻ പകരം വീട്ടും, ഇങ്ങനെയുള്ള ദുർമോഹത്തിന്റെ, ദുശ്ചിന്തകളുടെ, വെറുപ്പിന്റെ ദുരാത്മാവ് നമ്മളെ വിട്ടുപോകും. അത് കഴിഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ കുറെ കൂടെ ഭംഗിയായി. കുമ്പസാരം എന്ന കൂദാശ വഴി പാപമോചനം മാത്രമല്ല, പൈശാചിക പീഡ വിട്ടുപോകും, ആന്തരിക സൗഖ്യം കിട്ടും, ശാരീരിക രോഗശാന്തിയും കുമ്പസാരം എന്ന കൂദാശയിൽ കൊടുക്കാറുണ്ട്. അതിന്റെ കാരണം ഈ കൂദാശയും 7 കൂദാശകളും എല്ലാം ദൈവവചനത്തിൽ അടിസ്ഥാനമിടപ്പെട്ടിരിക്കുന്നു. ദൈവവചനം സമം യേശു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങള്, ആദിയിൽ വചനമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവത്തോട് കൂടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? പരിശുദ്ധ ത്രിത്വത്തിലെ 2ാം ആളായ പുത്രൻ തമ്പുരാനാണ് ആ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, പിതാവായ ദൈവത്തോടു കൂടെ. അപ്പൊ പുത്രനും പിതാവും ആദിയിലേ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14 പറയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാരാത്? യേശുക്രിസ്തു. യേശുക്രിസ്തു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം പ്രഘോഷിക്കുമ്പോൾ യേശുവിനെ പ്രഘോഷിക്കുകയാണ് ചെയ്യേണ്ടത്. വചനം പ്രഘോഷിക്കുമ്പോൾ, യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ടിരിക്കും. കേൾക്കുന്നവരുടെ മേൽ, പ്രസംഗിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. അതിനാൽ കേൾക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും രോഗശാന്തി കിട്ടും, അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടും. ഞങ്ങൾ റഷ്യയില് 1 കോടി ജനമുള്ള വൈറ്റ് റഷ്യ, ബെലാറൂസ് എന്ന രാജ്യത്തില് ധ്യാനിപ്പിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ
4 ബസ് നിറച്ച ആൾക്കാരാണ്, കുട്ടികളും അധ്യാപകരുമാണ് ധ്യാനത്തിന് വന്നത്. പക്ഷേ ഇത് ധ്യാനമാണെന്നും പറഞ്ഞല്ല, അന്നത്തെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു കോഴ്സ്, സ്കൂൾ കുട്ടികൾക്കുള്ള കോഴ്സ് നടത്താനാണെന്ന് പറഞ്ഞാണ് അനുവാദം മേടിച്ചത്. അപ്പോൾ ക്രമേണ ഇവർക്ക് സംശയം തോന്നി, ഇത് ആത്മീയ പള്ളി പരിപാടി എന്തോ ആണെന്ന് അവർക്ക് തോന്നിയപ്പോൾ 3 ബസ് അവർ തടഞ്ഞു തിരിച്ചു വിട്ടു. ഒരു ബസ്സിനെ പള്ളി പരിസരത്തിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ്ട് 72 പേര്, അപ്പോൾ അധ്യാപകരും കുട്ടികളും അടക്കം. ഒന്നാമത്തെ ധ്യാന പ്രസംഗത്തിൽ തന്നെ ഇംഗ്ലീഷിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രസംഗം തർജ്ജമ ചെയ്ത ഒരു സ്കൂൾ ടീച്ചറാണ്, ഇംഗ്ലീഷ് റഷ്യൻ ഭാഷയിലേക്ക്. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തർജ്ജമ ചെയ്യുന്ന ടീച്ചർ പറഞ്ഞു, 7 കൊല്ലമായി എൻ്റെ കാൽവേദന വിട്ടുപോയി. ഒരു കാലിന് എപ്പോഴും വേദനയായിരുന്നു, ഒറ്റക്കാലയിലാണ് ഞാൻ പലപ്പോഴും നിന്നിരുന്നത്. ഇതാ 1/4 മണിക്കൂർ വചനം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ 7 കൊല്ലമായി എൻ്റെ കാൽവേദന വിട്ടുമാറി. പിന്നെയും 1/4 മണിക്കൂർ തർജ്ജമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എൻ്റെ തലയുടെ ഒരു വശത്ത് എപ്പോഴും വേദനയുള്ളത്, അത് വിട്ടുപോയി. 3 കൊല്ലം പഴക്കമുള്ളത്. ഉച്ചഭക്ഷണത്തിന് ലഘുഭക്ഷണത്തിന് വിട്ടപ്പോൾ അവര് ലഘുഭക്ഷണം കഴിക്കാതെ നേരെ സ്കൂളിൽ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പാൾ ടീച്ചറിനോട്, ഹെഡ് മിസ്ട്രസിനോട് പറഞ്ഞു, ഇതാ 7 കൊല്ലമായി കാലുവേദന മാറി, അനേകം പേർക്ക് സൗഖ്യം കിട്ടുന്നു, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. ആ സ്കൂൾ പ്രിൻസിപ്പള്, പ്രധാന അധ്യാപിക ഉച്ച കഴിഞ്ഞ ധ്യാനത്തിന് വന്നു. 52 കൊല്ലമായിട്ട് കഴുത്ത് തിരിക്കാൻ പറ്റുകയില്ലാതിരുന്ന ആ സ്ത്രീക്ക് അന്ന് ഉച്ച കഴിഞ്ഞ് വന്ന് ധ്യാനം കൂടിയപ്പോൾ രോഗശാന്തി കിട്ടി. പിറ്റേ ദിവസം അവർ സ്കൂളിൽ ചെന്ന് സ്കൂൾ കുട്ടികള് അവിടെ ഒതുക്കിയിരുത്തിയിട്ട് 20 അധ്യാപകരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയി ധ്യാനം കൂടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 4 ദിവസത്തെ ധ്യാനത്തിന് 4ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് 400 പേര്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗശാന്തി കൊടുക്കുന്നു എന്ന് കേട്ടറിഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാരും വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 400 പേര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ തെരേസ്, അന്ന് ധ്യാനത്തിന് ഇവിടുന്ന് പോന്നയാളാണ്, ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ സിസ്റ്റർ തെരേസ് ഒരു ദർശനം കണ്ടത് പറഞ്ഞു. 56 കൊല്ലം മുമ്പ് ഒരു സ്ത്രീ കുടം ചുമന്നുകൊണ്ട് പോകുന്നത് ദർശനത്തിൽ കർത്താവ് കാണിക്കുന്നുണ്ട്. കുടത്തോട് വെള്ളത്തോടു കൂടി ആ സ്ത്രീ തെറ്റി വീഴുന്നു. അന്ന് മുതൽ 56 കൊല്ലമായിട്ടുള്ള ശരീരം വേദന ഇപ്പോൾ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറയുകയും ഒറ്റക്കാർച്ച ആളവിടെ ഉണ്ടായിരുന്നു. അവരുടെ വേദന വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 56 കൊല്ലം മുമ്പ് നടന്ന കാര്യം ഇപ്പോ നടക്കുന്നത് പോലെ കർത്താവ് കണ്ടു, അത് അറിയിച്ച് സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൈകൾ ഉയർത്തുക. ഒരു ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യപാനമോ പുകവലിയോ മറ്റു ദുശ്ശീലങ്ങളൊക്കെ വിട്ടുപോയി. എനിക്ക് ശാരീരിക രോഗശാന്തി ഇവിടെ കിട്ടിയെന്ന് ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കൈവക്കുക. ശാരീരിക രോഗശാന്തി ഇവിടെ കിട്ടി. അവരൊന്ന് കൈവീശി കാണിച്ചേ. അവര് 2 കൈ ഉയർത്തിയൊന്ന് കൈവീശി കാണിച്ചേ. ശാരീരിക രോഗശാന്തിയും കിട്ടി. വർഷങ്ങളായിട്ടുള്ള രോഗങ്ങള് ഒരു നിമിഷം കൊണ്ട് കർത്താവ് സുഖപ്പെടുത്തുന്നു. ശാരീരിക രോഗശാന്തി കിട്ടിയവര് 2 കൈ ഉയർത്തി കൈവീശി കാണിക്കുക. 33 പേര്, 33 പുരുഷന്മാർക്ക് ആ ശാരീരിക രോഗശാന്തിയും കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. അങ്ങനെ കാലാകാലത്തോളം അങ്ങനെ ഇരുന്നാൻ പറ്റുകയില്ലെന്നാ കർത്താവ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പലർക്കും ഇവിടെ നിൽക്കുന്നവർ ഉൾപ്പെടെ കാലിന്റെ വേദന ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ സുഖപ്പെടാത്ത വേദന, കാൽമുട്ട് വേദന, കാലിന്റെ ബലക്കുറവ്, ഇതൊക്കെ ഇതെല്ലാം സുഖപ്പെടുന്നുണ്ട്. നിങ്ങൾ കാലൊക്കെ ഒന്ന് ഇളക്കി ലെഫ്റ്റ് റൈറ്റ് വെച്ച് നോക്കി. ആർക്കൊക്കെയാണ് കാലിന് ഇതിനകം സൗഖ്യം കിട്ടിയത്? പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മണിക്കൂറില് ഇതുവരെ കിട്ടാത്ത മേഖലകളിൽ സൗഖ്യം കിട്ടിയോ എന്ന് നോക്കുക. കിട്ടിയെങ്കിലും ഒന്ന് കൈ ഉയർത്തി കാണിക്കുക. കൈ വീശി കാണിച്ചവര്. 38 വർഷം തളർവാദ രോഗിയായി കിടന്നവൻ, ബെത്സയിദ കുളക്കരയിൽ കിടന്നവൻ, യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവൻ
ഉത്തരം പറയാതെ പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. മാലാഖ കുളത്തിലെ വെള്ളം ഇളക്കുമ്പോ ആദ്യം ഇറങ്ങുന്ന രോഗിക്കാണ് സൗഖ്യം. എന്നെ ഇറക്കാൻ സഹായിക്കാൻ ആരുമില്ല. ആ കാര്യമൊന്നും കർത്താവ് അയാളോട് ചോദിച്ചില്ല. ഈ പരാതിയും ആവലാതിയും തന്നെയായിട്ട് ആയുഷ്കാലം കഴിയുകയാണ്. പരാതിയും കുറ്റംപതിയും. അതുകൊണ്ട് തന്നെയാണ് പല രോഗങ്ങളും സുഖപ്പെടാത്തത്. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാനേ നമുക്ക് കടമയുള്ളൂ. ദൈവത്തോട് പറയാം, നമ്മുടെ കഷ്ടതയോർത്ത് സ്തുതിക്കാം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നേക്കാൾ കഷ്ടതയുള്ള, ഇതുപോലെ കഷ്ടതയുള്ള അനേകം ആയിരം പേരെ സുഖപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അനേകായിരം പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരാതിപ്പെടാൻ പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റം വിധിക്കാൻ പറഞ്ഞിട്ടില്ല. എങ്കിലും ആ തളർവാദ രോഗി പരാതിപ്പെടുകയാണ്. ഈശോ ചോദിച്ചു, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊക്കെ വളഞ്ഞ വഴിയാ നോക്കുന്നത്. ഒരുപാട് പാപം തമ്മിലുണ്ട്, ആവലാതിയും പരാതിയും കുറ്റംവിധിയും. യേശു അയാളെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അയാള് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ മറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. വീണ്ടും അവനെ ഈശോ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ നന്ദികേട്, അഹങ്കാരം, സ്വാർത്ഥത, സ്വാർത്ഥ സ്നേഹത്തിന്റെ പുറകെ പോകുക, ഈ ലോക മോഹങ്ങളുടെ പുറകെ പോകുക, അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കെല്ലാം മാതൃകയായിട്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. കുരിശിൽ കിടക്കുന്ന ഈശോ, എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്റെ പിന്നാലെ വരിക. യേശുവിൽ പാപമില്ലായിരുന്നു, യേശുവിൽ സ്വാർത്ഥതയില്ലായിരുന്നു, യേശുവിൽ തിന്മയില്ലായിരുന്നു. യേശു എപ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. 30 വയസ്സുവരെ മാനുഷികരായ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. പരസ്യ ജീവിതത്തിലേക്ക് പോയപ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിലൂടെ പറയുന്നത് മാത്രം ചെയ്ത് ജീവിച്ചു. അനുസരണം. ആദം ഹവ്വ, ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം എന്തായിരുന്നു? അനുസരണക്കേട്. ഈശോ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു അത്രേ. ഹെബ്രായർ 10:7-9 പറയുകയാണ്, ഇതാ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? പിതാവേ നിന്റെ ഇഷ്ടം മനസ്സിലാക്കി തരണമെന്നാണോ? പലപ്പോഴും അല്ല, എന്റെ ഇഷ്ടം സാധിച്ചു തരണമേ, എന്റെ ഇഷ്ടം സാധിച്ചു തരണമേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം കാര്യം, ചിന്താഭാവം, ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അതിനുവേണ്ടി എത്ര നൊവേനയ്ക്ക് വേണമെങ്കിലും പോയി കളയും. സ്വന്തം ഇഷ്ടം സാധിച്ചു കിട്ടാൻ ഈശോ ഇപ്രകാരം പിതാവിനോട് പറഞ്ഞു. ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം ഗേത്സമൻ പൂങ്കാവനത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. അനന്തമായ പീഡ അനുഭവിച്ചുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ചത്തെ സഹനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരിയായി വിയർപ്പ് തുള്ളികളായി ഒഴുകാൻ തുടങ്ങി. അതികഠിനമായ പീഡാനുഭവം. ഈശോ പിതാവിനോട് പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കിത്തരണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണം. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. പിതാവേ അങ്ങയുടെ തിരുവിഷ്ടം വെളിപ്പെടുത്തി തരണമേ, അങ്ങയുടെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കി തരണമേ. എന്താണ് ദൈവത്തിന്റെ തിരുവിഷ്ടം? ഒന്ന്, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ജീവിച്ചു കാണിച്ചു. എന്നിട്ട് യേശു പറയാണ്, നിങ്ങൾ എന്നെ പോലെയാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ 8:12 ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ എന്നെ അനുഗമിക്കണം. ഞാൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കണം, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ജീവിച്ചുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കണം. യെശയ്യാ പ്രവാചകനില് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കർത്താവിന്റെ ചിന്തയാണോ നിന്റെ ചിന്ത? മിക്കവാറും അല്ല. കർത്താവിന്റെ മാർഗമാണോ നിന്റെ മാർഗം? മിക്കവാറും അല്ല. അതൊരു പാട്ടായിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്,
കർത്താവിൻ ചിന്തയാണോ നിന്റെ ചിന്ത? ഉത്തരം, കർത്താവിൻ ചിന്തയല്ല എന്റെ ചിന്ത. എങ്കിൽ പോയിടാം സോദര സോദരി മലയിലേക്ക്, കർത്താവിൻ മലയിലേക്ക്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലം അതാണ് കർത്താവിന്റെ മല. വചന പ്രഘോഷണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിൻ മാർഗമാണോ നിന്റെ മാർഗം? കർത്താവിൻ മാർഗമല്ല എന്റെ മാർഗം. എങ്കിൽ പോയിടാം സോദര സോദരി മലയിലേക്ക്, കർത്താവിൻ മലയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് പറയാമോ മുമ്പിലിരിക്കുന്ന ആൾക്ക്? 30 ബൈബിൾ വചനം പറയാൻ പറ്റുമോ? ഇല്ല. ചേച്ചിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? 55. 55ന്റെ പകുതി എത്രയാ? 27 വചനം പറയാൻ പറ്റുമോ? ഈ ചോദ്യം ഞങ്ങളോട് ചോദിച്ചാലും ചിലപ്പം വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. എണ്ണത്തിലല്ല കാര്യം. പിന്നെയോ, ദൈവവചനവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ? ദൈവവചനം പഠിക്കാൻ, കുറിച്ചെടുക്കാൻ, വായിക്കാൻ, വചനവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ എത്ര സമയം മുടക്കുന്നു? 24 മണിക്കൂറിൽ 10 ദശാംശം കർത്താവിന് കൊടുക്കുന്നുണ്ടോ? ടെലിവിഷൻ എത്ര സമയം കൊടുക്കും? പത്രം വായിക്കാൻ എത്ര സമയം കൊടുക്കും? കൂട്ടുകാർ കൂടി വെടി പറയാൻ എത്ര സമയം കൊടുക്കും? ദൈവവചനത്തിന് നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട്? എത്ര സമയം കൊടുക്കണം? 10 ദശാംശം. 24 മണിക്കൂർ സൗജന്യ ദാനമായിട്ട് തരിക. എത്രയോ പേര് ഇന്നലെ ഇന്ന് മരിച്ചു. നമ്മൾ ഒരു ദിവസം കൂടെ ജീവിക്കുന്നു. വചനം പഠിച്ച്, വചനം കുറിച്ചെടുത്ത്, നമ്മളെ സ്പർശിക്കുന്ന വചനം, അതാണ് നമുക്കുള്ള സുവിശേഷം. അത് നമ്മൾ കുറിച്ച് അടിവരയിട്ട് വെക്കണം, കുറിച്ചെടുക്കണം, ഏറ്റുപറയണം. നല്ല വചനമാണെങ്കിൽ 5ഉം 10ഉം പ്രാവശ്യം ഏറ്റു പറഞ്ഞിട്ട് പറയണം. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെയും ചുറ്റുമുള്ള 1000, 2000, 3000, 4000 പേരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനമേറ്റു പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. വചനമേറ്റു പറയുന്നിടത്ത് ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. അതിന് തെളിവായി നിൽക്കുന്ന ഈ ചേച്ചിമാരും ഈ ചേട്ടന്മാരും ഒക്കെ ദൈവം ഇറങ്ങി വന്ന് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അല്ലെങ്കിൽ ഇവിടെ വല്ലവർക്കും കുത്തിവെപ്പ് നടത്തിയോ? മരുന്ന് കൊടുത്തോ? തിരുമ്മൽ പരിപാടി നടത്തിയോ? ഒന്നുമില്ല. ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ദൈവം വന്നു. ദൈവവചനം ആരുടെ പക്കലേക്ക് ചെല്ലുന്നുവോ അവരെ ദൈവങ്ങളെന്നവൻ വിളിച്ചു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം ആരുടെ പക്കലേക്ക് ചെല്ലുന്നുവോ അവരെ ദൈവവചനം തൊടുക എന്ന് പറഞ്ഞാൽ യേശു തൊടുക എന്നാ, പരിശുദ്ധാത്മാവ് തൊടുക എന്നാ. ഇപ്പൊ ശാരീരിക രോഗശാന്തി കിട്ടിയ കാലിന്റെ വേദന സുഖപ്പെട്ടവര് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു. അതിലുപരി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ, കിടപ്പ് രോഗികള്, ഇരിപ്പ് രോഗികള്, ആരോഗ്യമുള്ളവര്, ആരോഗ്യക്കുറവുള്ളവര്, എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപബോധം, പശ്ചാത്താപം, ഹൃദയ എളിമ ലഭിക്കുന്നു. അഹങ്കാരം, നിർബന്ധ ബുദ്ധി, കഠിന ഹൃദയം മാറ്റിത്തരുന്നു. ക്ഷമ, ദയ, കരുണ, ഇവയെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ഗലാത്യർ 5:22-23 പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ നിറയുന്നു. കോപം വിട്ടുമാറുന്നു, മുൻകോപം വിട്ടുമാറുന്നു. കഴിഞ്ഞ ധ്യാനത്തിൽ സംബന്ധിച്ച ആരുടെയെങ്കിലും മുൻകോപം വിട്ടുമാറിയ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. മുൻകോപം വിട്ടുമാറിയ അനുഭവക്കാരെന്ന് കൈപൊക്കിക്കേ. പെട്ടെന്ന് ചാടി കടിക്കുന്ന പോലുള്ള ദേഷ്യമൊക്കെ വന്നുകൊണ്ടിരുന്നു. അത്രയൊന്നും ഇപ്പൊ ഇല്ല, തീരെ കുറവേ ഉള്ളൂ. പണ്ടത്തെ പോലെ ദേഷ്യമില്ല. ധ്യാനം കൂടി കഴിഞ്ഞപ്പോ അനുഗ്രഹം കിട്ടി. അവരൊന്ന് എഴുന്നേറ്റ് വന്നേ, ഒന്ന് കൈവീശി കാണിച്ചേ. മുൻകോപം മാറി കിട്ടിയവര് അവര് മുൻവശത്തൊന്ന് വന്നു വന്നേ. ഇതൊരു അത്ഭുതമാണ്. മദ്യപാനം മാറി കിട്ടുന്ന പോലെ തന്നെ അത്ഭുതമാണ്. നമ്മളെ എത്ര ശ്രമിച്ചാലും പറ്റുകയില്ല. കർത്താവ് കനിഞ്ഞ് നമ്മളെ തൊടുമ്പോഴേ അത് കിട്ടുകയുള്ളൂ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ധ്യാനത്തിൽ കൂടുന്ന 25 പേർക്ക് കൂടെ മുൻകോപം കർത്താവ് മാറ്റി കൊടുക്കുന്നു. അതിപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റിയല്ല, വീട്ടിൽ ചെന്ന് കഴിയും പറയാം. പണ്ടത്തെ പോലെ ദേഷ്യം വരുന്നില്ല, ക്ഷമ കിട്ടുന്നു. മുൻകോപം മാറി അനുഭവമുള്ളവരൊന്ന് കൈവീശി കൊടുത്തേ, കൈവീശി കാണിച്ചേ. മദ്യപാനം മാറുന്നത് പോലെ തന്നെ ഒരു അത്ഭുതമാണ്. ഞാൻ അവിടെ ഇരിക്കുന്നവരെല്ലാം കൈ ഉയർത്തിക്കേ, നിൽക്കുന്നവരുൾപ്പെടെ ഒന്ന് കൈയടിച്ചേ. എല്ലാവരും കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ മരിച്ചുയർത്ത് 40ഓളം ദിവസം ശിഷ്യന്മാരുടെ കൂടെ ചെലവഴിച്ചു. മരിച്ചുയർത്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്. ജെറൂസലം എന്ന് പറഞ്ഞാൽ സഹന സ്ഥലം. പ്രവാചകന്മാരെ എല്ലാം കൊന്ന സ്ഥലമാണത്. യേശു എന്ന ഏറ്റവും വലിയ പ്രവാചകനും ദൈവപുത്രനും എവിടെ വെച്ചാ കൊല്ലപ്പെട്ടത്? ജെറൂസലേമിൽ വെച്ച്. അപ്പസ്തോലന്മാരെ തല്ലി കൊല്ലാറാക്കിയ സ്ഥലമാണത്. അപ്പസ്തോലന്മാരോട് പറഞ്ഞു, പീഡനമുള്ള സ്ഥലമാണെന്ന് കരുതി നിങ്ങൾ ഓടിപ്പോകണ്ട. ഇവിടെ വെച്ചു തന്നെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത്. സഹന സ്ഥലത്ത് കഷ്ടതയുള്ളപ്പോൾ എന്റെ ഭാര്യയ്ക്ക് ഒരു കുറവുണ്ടെന്ന് കരുതി ഡിവോഴ്സിനോടണ്ട. ഈ സഹനം വെച്ചെടുത്ത് സഹനത്തെ ഓർത്ത് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയണം. ഭർത്താവിനൊരു കുറവുണ്ടെന്നും പറഞ്ഞ് നമ്മള് അവിടെ ഇവിടെ ഓടണ്ട. ഈ സഹനത്തെ ഓർത്ത് സ്തുതിച്ച് ഇതുപോലെ ബലഹീനതയുള്ള 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അങ്ങനെയാണ്, ഇങ്ങനെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന വഴിയാണ് എല്ലാ ആഴ്ചയിലും മധ്യസ്ഥ പ്രാർത്ഥന ഇവിടുന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകം പേർക്ക് പാപമോചനം കിട്ടുകയാണ്, അനുഗ്രഹം കിട്ടുകയാണ്, പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം പ്രാപിച്ച് ജനം ഇങ്ങോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.